Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. അത് വെരിഫൈ ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസും ചെയ്തിരുന്നു. ഇനി ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സാമ്പിൾ 12 മുതൽ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 12. Without expanding, prove that determinant x plus y, y plus z, z plus x, z x y 111 equal to 0. എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ അപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് 2 റോസ് നോക്കിക്കഴിഞ്ഞാൽ R1 ഉം R2 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് വരും. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് വരുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ചേഞ്ച് എഴുതാൻ പോവാണ്. അപ്ലൈയിങ് R1 ചേഞ്ചസ് ടു R1നെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? R1 പ്ലസ് R2. സോ ഡിറ്റർമിനൻറ്റ് എന്തായിട്ട് മാറും? ഫസ്റ്റ് റോ എല്ലാത്തിൻ്റെയും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, ഇവിടെയും എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, ഇവിടെയും വരുന്നുണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ ഫസ്റ്റ് റോ എല്ലാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയിട്ട് മാറും. ദെൻ സെക്കൻഡ് റോയും തേർഡ് റോയും അങ്ങനെ തന്നെ, ഇസഡ് എക്സ് വൈ 1 1 1. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. കാരണം നോക്കി ഫസ്റ്റ് റോയും തേർഡ് റോയും പ്രൊപ്പോർഷണൽ അല്ലേ നോക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, നേരത്തെ നമ്മളൊരു റിസൾട്ട് പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു ഫുൾ റോയിലോ കോളത്തിലോ ഒരു എലമെൻറ്റ് കോമൺ ആയിട്ട് എടുക്കാമെങ്കിൽ അത് നമുക്ക് ഡിറ്റർമിനൻറ്റ് പുറത്തേക്ക് എടുക്കാം. സോ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഫസ്റ്റ് റോയിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഞാൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിനെ ഡിറ്റർമിനൻറ്റിൻ്റെ പുറത്തേക്ക് എഴുതി. ദെൻ ബാക്കി വരുന്ന 1 1 1, ഫസ്റ്റ് റോയിൽ എല്ലാം 1 1 ആവും. ദെൻ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എക്സ് ഇസഡ് എക്സ് വൈ, ലാസ്റ്റ് റോയും 1 1 1. ഇനി നോക്കി ഇവിടെ R1 ഐഡൻറ്റിക്കൽ ടു R3 അല്ലേ? R1 ആൻഡ് R3 ആർ ഐഡൻറ്റിക്കൽ. രണ്ട് ഐഡൻറ്റിക്കൽ റോസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ഐഡൻറ്റിക്കൽ കോളംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ട്. ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 0. സോ നമുക്കിവിടെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു 0 ചെയ്യുമ്പോഴേക്കും ആൻസർ ഈസ് 0. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു. വിത്തൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് ദ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈസ് 0. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ 0 എന്ന് കിട്ടുകയും ചെയ്തു. എക്സാമ്പിൾ 13. ഇവാലുവേറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1a bc 1b ca 1c ab. ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ് വിത്തൗട്ട് എക്സ്പാൻഡിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻസും 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കി ഈ രണ്ട് റോ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ 1 - 1 ഇവിടുത്തെ എലമെൻറ്റ് 0 ആവും. അതുപോലെ R3 മൈനസ് R1 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ എലമെൻറ്റ് നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു മാക്സിമം നമ്പർ ഓഫ് സീറോസ് അവിടെ വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്ലൈയിങ്, എപ്പോഴും എലമെൻറ്റ്സ് ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ 1 1 1 ഉണ്ടെങ്കിൽ എപ്പോഴും അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം 0 ആക്കാൻ പറ്റും. അപ്ലൈയിങ് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. അതുപോലെ തന്നെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. R1 എന്നുള്ള റോയെ ഒന്നും ചെയ്യുന്നില്ല. R2 മൈനസ് R1ഉം R3 മൈനസ് R1ഉം ആണ് ഞാൻ ചെയ്യുന്നത്. ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1a bc എന്ന് തന്നെ വരും. ഇനി സെക്കൻഡ് റോയിൽ എന്താ നമ്മൾ അപ്ലൈ ചെയ്തത്? R2 മൈനസ് R1. അപ്പം ഈ സെക്കൻഡ് റോയിലെ എല്ലാ എലമെൻസിനും അതിൻ്റെ കറസ്പോണ്ടിങ് ഫസ്റ്റ് റോയിലെ എലമെൻസുമായിട്ട് മൈനസ് ചെയ്യണം. 1 - 1 0, ബി മൈനസ് എ, അതങ്ങനെ തന്നെ ബി മൈനസ് എന്ന് എഴുതാം. അതുപോലെ സി എ മൈനസ് ബി സി, സി എ മൈനസ് ബി സി, അവിടെ സി കോമൺ ഉള്ളതുകൊണ്ട് എങ്ങനെ എഴുതാം? സി ഇൻറ്റു എ മൈനസ് ബി, സി ഇൻറ്റു ബ്രാക്കറ്റിൽ എ മൈനസ് ബി എന്ന് എഴുതാം. ദെൻ തേർഡ് റോയിൽ എന്താ വരുന്നത്? R3 മൈനസ് R1. സോ 1 - 1 0, ദെൻ R3 സി മൈനസ് എ, ലാസ്റ്റ് എലമെൻറ്റ് എ ബി മൈനസ് ബി സി, എ ബി മൈനസ് ബി സി, അവിടെ ബി കോമൺ ഉണ്ട്, ബ്രാക്കറ്റിൽ എ മൈനസ് സി എന്ന് വരും. അപ്പോൾ ബി ഇൻറ്റു ബ്രാക്കറ്റിൽ എ മൈനസ് സി. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് ഇങ്ങനെയായിട്ട് മാറി. നമുക്ക് ഓൾറെഡി രണ്ട് എലമെൻറ്റ്സ് 0 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നോക്കി ഇവിടെ ഏതെങ്കിലും കോമൺ ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. ഇവിടെ നോക്കി സെക്കൻഡ് റോയിൽ ബി മൈനസ് എ, അതുപോലെ തന്നെ സി ഇൻറ്റു എ മൈനസ് ബി, ഈ രണ്ട് ടേമും തമ്മിൽ ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ 2 - 2 എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബി മൈനസ് എ. ഇവിടുന്ന് നമുക്കൊരു നെഗറ്റീവ് കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ബി മൈനസ് എ എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബി മൈനസ് എ കോമൺ എടുത്തു. ഡെൽറ്റ ഇസ് ഈക്വൽ ടു
സെക്കൻഡ് റോയിൽ നിന്ന് ബി മൈനസ് എ കോമൺ എടുക്കാം. അതുപോലെ തന്നെ തേർഡ് റോ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ സി മൈനസ് എ ഉണ്ട്, ഇവിടെ എ മൈനസ് സി. അവിടെ ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈ എ മൈനസ് സിനെ മൈനസ് ഓഫ്, ഇവിടെ ഞാൻ ചെറുതായിട്ട് എഴുതാം, മൈനസ് ഓഫ് സി മൈനസ് എന്ന് എഴുതാം അല്ലേ. മൈനസ് ഓഫ്, ഇത് ബ്രാക്കറ്റാണ്, മൈനസ് ഓഫ് സി മൈനസ് എ. അതുപോലെ തന്നെ ഇവിടുന്ന് മൈനസ് ഓഫ് ബി മൈനസ് എ, അതാണ് കോമൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ സി മൈനസ് ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് കോമൺ എടുത്തു. ഇനി ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കി എന്തായിരിക്കും വരുന്നത്? ഫസ്റ്റ് റോ വ്യത്യാസമില്ല, 1 a b c. സെക്കൻഡ് റോയിൽ 0 ബി മൈനസ് എ ആണ് കോമൺ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത് 1 ആകും. അതുപോലെ തന്നെ ഇവിടെ ബി മൈനസ് എ കോമൺ എടുത്തപ്പോൾ മൈനസ് സി. അതുപോലെ ലാസ്റ്റ് റോയിൽ ഇവിടെ 0 സി മൈനസ് എ കോമൺ എടുത്തിരിക്കുന്നതുകൊണ്ട് 1 ആവും. ഇവിടെ സി മൈനസ് എ കോമൺ എടുത്തിരിക്കുന്നതുകൊണ്ട് മൈനസ് ബി വരും. സോ മൈനസ് ബി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടിത് ഇനിയിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഓപ്പൺ ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. സി മൈനസ് എ. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 1. ഇപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. 1 ഇൻറ്റു 1 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് എന്താ? മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് സി, ദറ്റ് ഈസ് പ്ലസ് സി. അപ്പോൾ നോക്കിയേ, ഇപ്പം എന്താ ആൻസർ വന്നത്? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു മൈനസ് ബി പ്ലസ് സി എന്നുള്ളത് വേണമെങ്കിൽ സി മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ പ്രോപ്പർട്ടി എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതിനെ രണ്ടിടത്തുനിന്ന് നെഗറ്റീവ് സൈൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബി മൈനസ് എന്നുള്ളത് എ മൈനസ് ബി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എ മൈനസ് ബി എന്നൊക്കെ എപ്പോഴും പറയുന്നതുകൊണ്ട് എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു ഇവിടുന്ന് നെഗറ്റീവ് സൈൻ കോമൺ എടുത്തു, ഇവിടുന്ന് നെഗറ്റീവ് സൈൻ കോമൺ എടുത്തു, അപ്പോഴേക്കും മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞു വന്നു, എ മൈനസ് ബി എന്നും ബി മൈനസ് എന്നും. മറ്റേ സി മൈനസ് എ അങ്ങനെ തന്നെ എഴുതി നമ്മൾ, സി മൈനസ് എ. അപ്പോൾ ഇതാണ് ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ. Example 14. Prove that determinant b plus c a a b c plus a b c c a plus b is equal to 4 abc. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം സീറോസ് വരുത്താനായിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എ എ വരുന്നുണ്ട്, ഇവിടെ സി സി വരുന്നുണ്ട്. പക്ഷേ നോക്കിയേ, C1 മൈനസ് C2 ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? C1 ഇവിടെ 0 ആവും, പക്ഷേ ഇവിടെ C1 മൈനസ് C2 ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ബി പ്ലസ് സി മൈനസ് എ. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം തന്നെ വരുന്നത്. 3 ടേം വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു എലമെൻറ്റ് 0 ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും 3 ടേം വരുന്നുണ്ട്, പിന്നെ അത് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബി പ്ലസ് സി, ഇത് പ്ലസ് വാല്യൂ ആണ് ബിയും സിയും. അപ്പോൾ അതിൽ നിന്ന് ബിയും സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. സോ അപ്ലൈയിങ് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 മൈനസ് R3. R1 മൈനസ് R2 ചെയ്യുമ്പോൾ തന്നെ ബി അവിടെ നിന്ന് ക്യാൻസൽ ആവും. പിന്നെ മൈനസ് R3 ചെയ്യുമ്പോഴേക്കും, അതായത് R1 എന്ന് പറയുന്നത് ബി പ്ലസ് സി ആണ്, മൈനസ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി, മൈനസ് R3 മൈനസ് സി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞിട്ട് ആൻസർ നമുക്ക് 0 വരും. ഫസ്റ്റ് എലമെൻറ്റ് 0 ആയിട്ട് വരും. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു, ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 0 എന്ന് കിട്ടി. R1 സെക്കൻഡ് എലമെൻറ്റ് ഏതാ? ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എ മൈനസ് R2 എന്ന് പറയുന്നത് സി പ്ലസ് എ, അപ്പം മൈനസ് ഓഫ് സി പ്ലസ് എ, മൈനസ് R3 എന്ന് പറയുമ്പോൾ മൈനസ് സി. ഇവിടെയോ എയും എ മൈനസ് എ ക്യാൻസൽ ആവും, പക്ഷേ മൈനസ് സി എന്ന് പറയുമ്പോൾ മൈനസ് 2c. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് നമുക്ക് മൈനസ് 2c എന്ന് കിട്ടും. ഇനി തേർഡ് എലമെൻറ്റോ R2 മൈനസ് R2 എന്ന് പറയുന്നത് R1 മൈനസ് R1 ഈസ് എ മൈനസ് R2 ഈസ് ബി. അപ്പോൾ എ മൈനസ് ബി മൈനസ് R3 എന്ന് പറയുന്നത് എ പ്ലസ് ബി, മൈനസ് ഓഫ് എ പ്ലസ് ബി. ഇവിടെ ഏതാ ക്യാൻസൽ ആയി പോകുന്നത്? എയും മൈനസ് എയും കട്ടായിട്ട് മൈനസ് ബി ദറ്റ് ഈസ് മൈനസ് 2b. അപ്പോൾ ഫസ്റ്റ് റോ മാത്രമേ ചേഞ്ച് കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ഇപ്പോൾ എല്ലാം നമ്മൾ എഴുതി 0 മൈനസ് 2c മൈനസ് 2b. ഇനി ബാക്കി എലമെൻറ്റ്സ് എല്ലാം അതുപോലെ തന്നെ എഴുതാം. ബി സി പ്ലസ് എ ബി സി എ പ്ലസ് ബി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് റോ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈനസ് 2 കോമൺ ഉണ്ട് അല്ലേ? അപ്പോൾ വേണമെങ്കിൽ മൈനസ് 2 കോമൺ എടുക്കാം. മൈനസ് 2 കോമൺ എടുത്തു കഴിയുമ്പോൾ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് റോയിൽ ബാക്കി വരുന്നത് 0 സി ബി. മൈനസ് 2 എടുത്തുകൊണ്ട് മൈനസ് സി മൈനസ് ബി എന്നുള്ളത് സി ബി എന്നായിട്ട് മാറും. അതുപോലെ ബാക്കി എലമെൻറ്റ്സ് എല്ലാം അതുപോലെ തന്നെ ബി സി പ്ലസ് എ ബി, അതുപോലെ അടുത്ത് വരുന്നത് സി എ പ്ലസ് ബി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്, സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 0 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും
0 ഇൻറ്റു ആയതുകൊണ്ട് ആൻസർ നമുക്ക് 0 തന്നെ വരും. സെക്കൻഡ് എലമെൻറ്റ് പ്ലസ് മൈനസ് പ്ലസ് എന്ന് എടുക്കേണ്ടതുകൊണ്ട് മൈനസ് സി ഇൻറ്റു സി ഒക്കെ ചെയ്യുന്ന റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ബാക്കി എലമെൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ബി ഇൻറ്റു എ പ്ലസ് ബി മൈനസ് ബി ഇൻറ്റു സി. അതുപോലെ പ്ലസ് ബി ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് ബി വരുന്ന റോയും കോളവും കളഞ്ഞു കഴിഞ്ഞാൽ ബി സി മൈനസ് സി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു സി പ്ലസ് എ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. സോ -2 ഇൻറ്റു ഇവിടെ 0 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സി ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ബ്രാക്കറ്റിനുള്ളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എ ബി പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സി. അതുപോലെ പ്ലസ് ബി ഇൻറ്റു ബി സി മൈനസ് സി സ്ക്വയർ മൈനസ് ആയതുകൊണ്ട് മൈനസ് എ സി. അഗെയിൻ -2 ഇൻറ്റു ഈ മൈനസ് സി വെച്ചിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും മൈനസ് എ ബി സി മൈനസ് ബി സ്ക്വയർ സി പ്ലസ് മൈനസ് സി ഇൻറ്റു മൈനസ് ബി സി പ്ലസ് ബി സി സ്ക്വയർ. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ബി സ്ക്വയർ സി മൈനസ് ബി സി സ്ക്വയർ മൈനസ് എ ബി സി. ഇനി ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കട്ടായി പോകുന്നുണ്ടോ? ഇവിടെ മൈനസ് എ ബി സി, ഇവിടെ മൈനസ് എ ബി സി, അപ്പോൾ -2 എ ബി സി വരും. അപ്പോൾ -2 ഇൻറ്റു -2 എ ബി സി ദെൻ മൈനസ് ബി സ്ക്വയർ സി പ്ലസ് ബി സ്ക്വയർ സി. ഇത് രണ്ടും ക്യാൻസലായി പോകും. അതിലൂടെ പ്ലസ് ബി സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ, അപ്പോൾ അതും ക്യാൻസലായി പോകും. അപ്പോൾ എന്താ വരുന്നത്? -2 ഇൻറ്റു -2 എ ബി, അല്ലെങ്കിൽ അതെങ്ങനെ എഴുതാം? 4 ഇൻറ്റു -2 എ ബി സി ഉണ്ട് കേട്ടോ. മൈനസ് എ ബി സി മൈനസ് എ ബി സി ഈസ് -2 എ ബി സി. -2 ഇൻറ്റു -2 എ ബി സി ഈസ് 4 എ ബി സി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? പ്രൂവ് ദാറ്റ് ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു 4 എ ബി സി. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ ആൻസർ കിട്ടി. എക്സാമ്പിൾ 15. If x, y, z are all different and delta is equal to determinant x square 1 plus x cube, y square 1 plus y cube, z square 1 plus z cube equal to 0, then show that 1 plus xyz is equal to 0. നമുക്ക് ഡിറ്റർമിനൻ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്. ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് ഓൾറെഡി 0 തന്നിട്ടുണ്ട്. ഇവിടെ 1 plus xyz 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ xyz ആർ ഡിഫറെൻറ്റ്, പിന്നെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 എന്ന് തന്നിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യുക തന്നെ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഡെൽറ്റ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 1 പ്ലസ് എക്സ് ക്യൂബ്, വൈ സ്ക്വയർ 1 പ്ലസ് വൈ ക്യൂബ്, ഇസഡ് സ്ക്വയർ 1 പ്ലസ് ഇസഡ് ക്യൂബ്. ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സം ഓഫ് ടേംസിനെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഡിറ്റർമിനൻ്റ് സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം ലാസ്റ്റ് കോളത്തിലെ എലമെൻസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ എക്സ് സ്ക്വയർ 1, വൈ സ്ക്വയർ 1, ഇസഡ് സ്ക്വയർ 1, ഇസഡ് സ്ക്വയർ 1 പ്ലസ് സെക്കൻഡ് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും വരുന്നത്? എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, വൈ സ്ക്വയർ വൈ ക്യൂബ്, ഇസഡ് സ്ക്വയർ ഇസഡ് ക്യൂബ്. ദെൻ ഇവിടെ ഞാൻ ഈ എലമെൻസിനെ ഈ 1 ആദ്യം ഫസ്റ്റ് കോളമായിട്ട് എഴുതാൻ പോവുക. അപ്പോഴേക്കും എന്താണെങ്കിലും ഒരു പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോഴേക്കും എന്താ വരുന്ന വ്യത്യാസം? ഒരു നെഗറ്റീവ് സൈൻ്റെ ഡിഫറൻസ് വരും. ഏതെങ്കിലും രണ്ട് റോയോ കോളോ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു, ഡിറ്റർമിനൻ്റ് വാല്യൂവിൽ ഒരു നെഗറ്റീവ് സൈൻ്റെ ഡിഫറൻസ് വരുമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഒരു -1 ആദ്യം എടുത്തു. അപ്പോഴേക്കും ഈ 1 ഇങ്ങോട്ടായി, ഇതിവിടെയായി. പിന്നെ ഞാൻ ഒന്നും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഈ ഒരു ഓർഡറിൽ വരാനാണ്. ഫസ്റ്റ് കോളത്തിൽ 1 1 1, സെക്കൻഡ് കോളത്തിൽ എക്സ് വൈ സെഡ്, തേർഡ് കോളത്തിൽ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. അപ്പോൾ ശരിക്കും എത്ര പ്രാവശ്യം ഇത് ഇൻ്റർചേഞ്ച് ചെയ്യണം? 2 പ്രാവശ്യം. ആദ്യം ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും ആദ്യം 1 1 1 ഇവിടെ വരും. അപ്പോൾ എക്സ് വൈ സെഡ് ഇവിടെയാവും. പിന്നെ ഒന്നുകൂടി ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് സെക്കൻഡ് കോളമായിട്ട് വരുന്നത്. അപ്പോൾ -1 ഇൻറ്റു -1 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ വാല്യൂ വ്യത്യാസമൊന്നും വരുന്നില്ല, പോസിറ്റീവ് തന്നെയാണ് വരുന്നത്. 1 1 1, സെക്കൻഡ് കോളം എക്സ് വൈ ഇസഡ്, തേർഡ് കോളം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ. ഒരു ഓർഡറിൽ അങ്ങ് എഴുതിയെന്നുള്ളതേ ഉള്ളൂ.
പ്ലസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് റോയിൽ എക്സ് കോമൺ എടുക്കാം അല്ലേ, അതുപോലെ സെക്കൻഡ് റോയിൽ വൈ കോമൺ എടുക്കാം, തേർഡ് റോയിൽ ഇസഡും കോമൺ എടുക്കാം. മൊത്തം നമുക്ക് എക്സ് വൈ ഇസഡ് കോമൺ എടുക്കാം ഓരോ റോയിൽ നിന്നായിട്ട്. ബാക്കി വാല്യൂസ് എന്ന് പറയുന്നത് 1 എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അപ്പോൾ എക്സ് ആവും. എക്സ് ക്യൂബിൽ നിന്ന് എക്സ് എടുത്തേക്കുമ്പോൾ എക്സ് സ്ക്വയർ. സിമിലർലി ഇവിടെ 1 വൈ വൈ സ്ക്വയർ, തേർഡ് റോ വരുന്നത് 1 ഇസഡ് ഇസഡ് സ്ക്വയർ. അതായത് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താ, ഓരോ റോയിൽ നിന്ന് ഫസ്റ്റ് റോയിൽ നിന്ന് എക്സ് കോമൺ എടുത്തു, സെക്കൻഡ് റോയിൽ നിന്ന് വൈ കോമൺ എടുത്തു, തേർഡ് റോയിൽ നിന്ന് ഇസഡ് കോമൺ എടുത്തു. അങ്ങനെ നമുക്ക് കോമൺ എടുക്കാവുന്ന ഒരു ഫുൾ റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ കോമൺ എടുക്കാവുന്നത് നമുക്ക് ഡിറ്റർമിനൻ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ദെൻ ഇനി ഇവാലുവേറ്റ് ചെയ്താൽ ഇപ്പോൾ നോക്കിയേ ഈ രണ്ട് ഡിറ്റർമിനൻറ്റും സെയിം ആയിട്ട് വന്നല്ലോ, അപ്പോൾ നമുക്ക് കോമൺ എടുക്കാമല്ലോ ആ ഡിറ്റർമിനൻറ്റിൻ്റെ. അതുകൊണ്ട് എങ്ങനെയായിരിക്കും വരുന്നത്, ഡിറ്റർമിനൻറ്റ് കോമൺ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 1 എക്സ് എക്സ് സ്ക്വയർ, 1 വൈ വൈ സ്ക്വയർ, 1 ഇസഡ് ഇസഡ് സ്ക്വയർ. ഞാനിപ്പോൾ കോമൺ എടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് +1 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് 1 പ്ലസ് ഇതിൻ്റെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് ടേം എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് വൈ ഇസഡ് എന്ന് വരും. സോ നമുക്കിപ്പോൾ കിട്ടി 1 എക്സ് എക്സ് സ്ക്വയർ, 1 വൈ വൈ സ്ക്വയർ, 1 ഇസഡ് ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇവിടെ ബാക്കി റിമൈനിങ് വരുന്ന 1 ആയിരുന്നു, ഇതിൻ്റെ ഇവിടെ റിമൈനിങ് വരുന്ന എക്സ് വൈ ഇസഡ് ആയിരുന്നു. അപ്പോൾ 1 പ്ലസ് എക്സ് വൈ ഇസഡ് എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. ഇനി അടുത്തതിന് ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അറിയാം ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് എന്തായിട്ടാണ് വന്നേക്കുന്നത് 1 1 1. അപ്പോൾ അത് നമുക്ക് എളുപ്പമാണ്, രണ്ട് എലമെൻറ്റ്സിനെ അതിനകത്ത് ഈ കോളത്തിലെ ഈ രണ്ട് എലമെൻറ്റ്സിനെ നമുക്ക് സീറോസ് ആക്കാം, അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ ചേഞ്ച് ചെയ്യേണ്ടത്, R2, ഈ വണ്ണിന് R2ലാണ് കിടക്കുന്നത്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. അതുപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. 1 മൈനസ് 1 ഈ എലമെൻറ്റ് 0, ഇവിടെ 1 മൈനസ് 1 ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് 0 കിട്ടും. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഫസ്റ്റത്തെ റോയിൽ വ്യത്യാസമില്ല, നമ്മൾ ഫസ്റ്റ് റോയിന് ചേഞ്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ ഞാൻ എഴുതുക 1 എക്സ് എക്സ് സ്ക്വയർ. ഇനി വാട്ട് അബൌട്ട് സെക്കൻഡ് റോ, R2 മൈനസ് R1, 1 മൈനസ് 1 0. ദെൻ R2 മൈനസ് R1 ഇവിടെ ചെയ്യുമ്പോഴേക്കും y മൈനസ് എക്സ്. അതുപോലെ ലാസ്റ്റ് എലമെൻറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും R2 മൈനസ് R1, അപ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. Similarly, R3 1 minus 1 0, z minus x and z square minus x square, അതുപോലെ 1 plus xyz ഇങ്ങനെ എഴുതാം. അടുത്തത് ഇനി എന്തായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഇനി വേണം എക്സ്പാൻഡ് ചെയ്യാം, പക്ഷേ ഇവിടെ എല്ലാം സ്ക്വയർ ടേം ഒക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഞാനിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. 1 എക്സ് എക്സ് സ്ക്വയർ 0 വൈ മൈനസ് എക്സ്. ഇവിടെ ഈ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ, അത് നമുക്ക് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ടേമിന് നമുക്ക് വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ ലാസ്റ്റ് റോയെ ഇസഡ് മൈനസ് എക്സ് അങ്ങനെ തന്നെ എഴുതാം. ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതണം, ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് എക്സ്, ദെൻ 1 പ്ലസ് എക്സ് വൈ ഇസഡ്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സെക്കൻഡ് റോയിൽ ഈ എലമെൻറ്റ് 0 ആണ്, പക്ഷേ ഇവിടെ രണ്ടിടത്തും വൈ മൈനസ് എക്സ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അതുപോലെ R3യിൽ നിന്നും തേർഡ് റോയ്ക്കകത്തു നിന്നും ഇസഡ് മൈനസ് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് അങ്ങനെ കോമൺ എടുത്തിട്ട് എഴുതാം. കോമൺ എടുത്തപ്പോഴേക്കും ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് വൈ ഇസഡ്, ആ ഒരു ടേം അവിടെ ഉണ്ടായിരുന്നു. വൈ മൈനസ് എക്സ് ഇസഡ് മൈനസ് എക്സ് ആണ് നമ്മൾ കോമൺ എടുത്തത്. ബാക്കി ഡിറ്റർമിനൻ്റ് അകത്ത് വരുന്ന 1 എക്സ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് 0 1 വൈ പ്ലസ് എക്സ് ആൻഡ് 0 1 ഇസഡ് പ്ലസ് എക്സ് എന്നാവും. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ഇപ്പം കുറച്ചും കൂടെ ചെറുതായി, ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 പ്ലസ് എക്സ് വൈ ഇസഡ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ്. ഇനി ഇവിടെ ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് എലമെൻറ്റ് 0 ആയതുകൊണ്ട് ഫസ്റ്റ് കോളമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്താൽ 1 ഇൻറ്റു ഇസഡ് പ്ലസ് എക്സ് ദറ്റ് ഈസ് ഇസഡ് പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് എക്സ് ദറ്റ് ഈസ് വൈ പ്ലസ് എക്സ് മൈനസ് ഓഫ് വൈ പ്ലസ് എക്സ്. ദെൻ ഈ ടേം അങ്ങനെ തന്നെ വരും, എക്സ് വൈ ഇസഡ് വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു ദെൻ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ 1 ഇൻറ്റു ഈ നമ്പർ എന്ന് പറയുമ്പോൾ അത് തന്നെ വരും. ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇസഡ് പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് എക്സ്. ഇവിടെ ഏതാ ക്യാൻസലായി പോകുന്നത്, എക്സും എക്സും ക്യാൻസലായി പോകും. സോ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് x1 പ്ലസ് എക്സ് വൈ ഇസഡ് വൈ മൈനസ് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു
z മൈനസ് y എന്ന് വന്നു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 1 പ്ലസ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നേക്കുന്നത്? 0. ഗിവൺ ദാറ്റ് ഡെൽറ്റ ഈക്വൽ ടു 0, ദെൻ പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 1 പ്ലസ് എക്സ് വൈ ഇസഡ് ഇൻറ്റു y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് വൈ. ഇതിൻ്റെ ആൻസർ നമുക്ക് 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തും കൂടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് വൈ ഇസഡ് ആർ ഓൾ ഡിഫറെൻറ്റ്. എക്സ് വൈ ഇസഡ് ആർ ഓൾ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എക്സും വൈ ഇസഡും ഒക്കെ സെയിം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ വൈ മൈനസ് എക്സ്, ഇവിടെ വൈ മൈനസ് എക്സ് ഫോമിൽ കിടക്കുന്നുണ്ട്. വൈ മൈനസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ ഇസഡിൻ്റെ എക്സിൻ്റെ ഡിഫറൻസ് എടുത്താലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇസഡിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് എടുത്താലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ഇവിടെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആണ്. പക്ഷേ എക്സും വൈ ഇസഡും എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ 3 ടേമും 0 ആവില്ല. പിന്നെ only possibility is 1 plus xyz equal to 0. Since delta equal to 0 and xyz are all different, that is y minus x not equal to 0, z minus x not equal to 0, z minus y not equal to 0, നമുക്ക് എന്ത് പറയാം? 1 plus xyz equal to 0. അതായത് ആ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആവണമെങ്കിൽ 1 plus xyz 0 ആയെങ്കിലേ പറ്റുള്ളൂ. സോ അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. Thus 1 plus xyz is equal to 0. Example 16. Show that determinant 1 plus a 1 1 1 1 plus b 1 1 1 1 plus c equal to abc into 1 plus 1 by a plus 1 by b plus 1 by c. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് അടുത്തത് പ്രൂവ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു എ ബി സി പ്ലസ് ബി സി പ്ലസ് സി എ പ്ലസ് എ ബി. ഇത് രണ്ടും പ്രൂവ് ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ചെയ്യേണ്ട മെത്തേഡ് സെയിം തന്നെയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മുമ്പിൽ ചെയ്ത എക്സാമ്പിൾ 15 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ R1 R2 R3യിൽ നിന്ന് എ ബി സി കോമൺ എടുക്കും. അതായത് ഫസ്റ്റ് റോയ്ക്കകത്തുനിന്ന് എയും സെക്കൻഡ് റോയ്ക്കകത്തുനിന്ന് ബിയും തേർഡ് റോയ്ക്കകത്തുനിന്ന് സിയും കോമൺ എടുക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോമൺ എടുക്കാനായിട്ട് അങ്ങനെ കാണുന്നില്ല. പക്ഷേ ചില ഡിറ്റർമിനൻ്റ് ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മളത് ഓർത്തിരിക്കണം. അത് അങ്ങനെ തന്നെ ചെയ്താലേ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ? ടേക്കിംഗ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് ഔട്ട് ഫാക്ടേഴ്സ് A, B, C respectively from A, B, C from R1, R2 and R3. ഫസ്റ്റ് റോയ്ക്കകത്തുനിന്ന് നമ്മൾ എ കോമൺ എടുക്കും, സെക്കൻഡ് റോയ്ക്കകത്തുനിന്ന് ബി കോമൺ എടുക്കും, തേർഡ് റോയ്ക്കകത്തുനിന്ന് സി കോമൺ എടുക്കും. അപ്പോൾ അങ്ങനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്തായിട്ടും വരും? ഞാൻ എ ബി സി ഇപ്പോൾ കോമൺ എടുത്തു. എ ബി സി കോമൺ എടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റ് റോയ്ക്കകത്തുനിന്ന് ഇത് 1 എന്നുള്ളത് 1 ബൈ എ എന്നാവും. അത് ഞാൻ പറഞ്ഞുതരാം, എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 ബൈ എ പ്ലസ് ഇവിടെ നിന്ന് കോമൺ എടുത്ത് കഴിയുമ്പോൾ 1. ഇത് നീ എ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. എ ഇൻറ്റു 1 ബൈ എ ക്യാൻസലായിട്ട് 1 വരും പ്ലസ് എ. അപ്പോൾ അത് തന്നെയല്ലേ 1 പ്ലസ് എ ആയിരുന്നു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അടുത്തതോ സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ് 1 ബൈ എ. ഇതും എ ഇൻറ്റു 1 ബൈ എ എന്ന് പറഞ്ഞാൽ എയും ക്യാൻസലായിട്ട് 1 തന്നെ വരും. ദെൻ അടുത്തതും 1 ബൈ എ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസും കിട്ടി. സിമിലർലി സെക്കൻഡ് റോയിലെ എലമെൻസിനെ അങ്ങനെ തന്നെ എഴുതുമ്പോഴേക്കും ബി കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? 1 ബൈ ബി. ഇനി നിങ്ങൾ ഡൗട്ടുള്ളവരിങ്ങനെ അകത്തേക്ക് ബീനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ക്വസ്റ്റനിലുള്ള സെക്കൻഡ് റോ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 1 ബൈ ബി, ദെൻ സെക്കൻഡ് എലമെൻറ്റോ 1 ബൈ ബി പ്ലസ് 1, തേർഡ് എലമെൻറ്റ് 1 ബൈ ബി, ദെൻ ലാസ്റ്റ് 1 ബൈ സി ആയിട്ട് മാറും. ഇവിടെ 1 ബൈ സി, ഇത് 1 ബൈ സി പ്ലസ് 1. നമുക്ക് എ ബി സി കോമൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കിട്ടിയ പുതിയ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നിങ്ങൾ ഓർക്കത് നേരത്തേലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഒരു ടേം കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനെ നമ്മൾ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് ഞാൻ ഇനി കൊടുക്കുവാണെങ്കിൽ, അതായത് റോകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ R1 എന്തായിട്ട് മാറും നോക്കി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ടൈം തന്നെയല്ലേ? 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. ഇവിടെ അങ്ങനെ തന്നെ 1 പ്ലസ് 1 ബൈ എ പ്ലസ് 1 ബൈ ബി പ്ലസ് 1 ബൈ സി. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസും ഒരേപോലെ വരും. അതിന് നമുക്ക് കോമൺ എടുക്കാം. അപ്പോഴേക്കും എന്താവും? ഫസ്റ്റ് റോ ഫുൾ 1 1 1 1 എന്നാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചേഞ്ച് കൊടുത്തത്. അപ്പോൾ ഈ
പ്രോബ്ലം വരുമ്പോഴേക്കും ഈ ഒരു ചേഞ്ച് ഫസ്റ്റ് നമ്മൾ ABC കോമൺ എടുക്കുന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ABC അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ചേഞ്ച് എഴുതണമല്ലോ. R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. റോകളെല്ലാം കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ എന്തായിട്ട് മാറുന്നത്? 1/A പ്ലസ് 1/B പ്ലസ് 1/C പ്ലസ് 1. സെക്കൻഡ് എലിമെൻറ്റും അത് തന്നെ 1/A പ്ലസ് 1/B പ്ലസ് 1/C പ്ലസ് 1. ലാസ്റ്റ് എലിമെൻറ്റും 1/A പ്ലസ് 1/B പ്ലസ് 1/C പ്ലസ് 1. സെക്കൻഡും തേർഡും റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 1/B പ്ലസ് 1 1/B. ലാസ്റ്റ് റോ 1/C 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 പ്ലസ് 1. അപ്പോൾ നോക്കി ഫസ്റ്റ് റോയിലെ എല്ലാ എലിമെൻസും സെയിം ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ആ ടേമിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 1/A പ്ലസ് 1/B പ്ലസ് 1/C പ്ലസ് 1 കോമൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് അകത്തുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് റോ 1 1 1 ആയി. 1/B 1/B R2 R3 സെയിം തന്നെയാണ്. ഇപ്പോൾ എപ്പോഴും ഈ 1 1 1 അങ്ങനെ ആക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രണ്ട് 1നെ നമുക്ക് 0 ആക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്താൽ മതി. പിന്നെ അടുത്ത് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇത് കിടക്കുന്നത് സെക്കൻഡ് കോളത്തിലാണ്, ഇത് തേർഡ് കോളത്തിൽ. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പോകുന്നത് applying the operation C2 changes to C2 minus C1. C2 minus C1. അപ്പോൾ ഇത് 0 ആവും. And C3 changes to C3 minus C1. So the answer delta is equal to ABC 1/A plus 1/B plus 1/C plus 1. അങ്ങനെ എഴുതുക. Then 1 ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമില്ല. ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻസും അങ്ങ് എഴുതിയേക്കാം. 1/C. ഇനി സെക്കൻഡ് കോളത്തിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? C2 minus C1. അപ്പോൾ ഫസ്റ്റ് C2 minus C1 ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് ഇവിടെ 0 കിട്ടി. അടുത്തത് C2 minus C1 1 plus B plus 1 minus 1 plus B. ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ 1 C2 minus C1 1/C minus 1/C that is 0. അപ്പം സെക്കൻഡ് കോളത്തിലെ രണ്ട് എലമെൻറ്റ്സ് നമുക്ക് 0 എന്ന് കിട്ടി. ദെൻ C3 minus C1 അപ്പോഴേക്കും അവിടെ എന്തായി? 0. ദെൻ C3 minus C1 1/B minus 1/B that is 0. Then C3 minus C1 1/C plus 1 minus 1/C. ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ 1. അപ്പോൾ നോക്കിയ എലമെൻറ്റ്സ് എല്ലാം ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഓപ്പൺ ചെയ്താൽ മതി. ABC 1/A പ്ലസ് 1/B പ്ലസ് 1/C പ്ലസ് 1 ഇൻറ്റു ഇനി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും എല്ലാം ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും എന്താ വരുന്നത്? 1 ഇൻറ്റു ഡയഗണൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1 minus 0. So 1 into 1 minus 0 that is 1. So the answer is ABC into നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് എന്തായിരുന്നു? 1 പ്ലസ് ഇതൊന്ന് പ്രൂവ് ചെയ്യാനുള്ള ഓർഡറിൽ തന്നെ എഴുതാം. 1 പ്ലസ് 1/A പ്ലസ് 1/B പ്ലസ് 1/C. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതായിരുന്നു ഫസ്റ്റ് ആൻസർ, അത് പ്രൂവ് ചെയ്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ആൻസർ കിട്ടും. ABC പ്ലസ് ABC by A പ്ലസ് ABC by B പ്ലസ് ABC by C. A കട്ടാവും, ഇവിടെ ബിയും ബിയും ക്യാൻസൽ ആവും, ഇവിടെ CC കട്ടാവും. സോ ദ ആൻസർ ഈസ് ABC പ്ലസ് BC പ്ലസ് AC പ്ലസ് AB. ഇതായിരുന്നു സെക്കൻഡ് റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ചോദിച്ചിരിക്കുന്ന രണ്ട് ആൻസേഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വിത്തൗട്ട് എക്സ്പാൻഡിങ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ? മാക്സിമം സീറോസ് അവിടെ ഏതെങ്കിലും ഒരു റോയിൽ 2 സീറോസോ അല്ലെങ്കിൽ കോളത്തിൽ 2 സീറോസോ ആക്കാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു ഫുൾ റോയോ കോളോ ഒരേപോലത്തെ ടേം ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. അങ്ങനെ കോമൺ എടുത്തു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫുൾ റോയിലോ കോളത്തിലോ 1 1 1 എന്നുള്ളൊരു വാല്യൂസ് വരും. 1 1 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് രണ്ട് എലമെൻറ്റ്സിനെ 0 ആക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇനി എക്സസൈസിൽ വരുന്നുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഈസി ആവും. എങ്ങനെയാണ് ആ ചേഞ്ച് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ കിട്ടും. ചില ക്വസ്റ്റ്യൻസൊക്കെ പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് എക്സാമിൻ്റെ സമയത്ത് പറയുന്ന ടൈമിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിലെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 4.2. പിന്നെ അതുപോലെ ഇന്ന് നമ്മൾ ചെയ്ത എക്സാമ്പിൾസിൻ്റെ അകത്ത് എക്സാമ്പിൾ 14, 15, 16 ലാസ്റ്റ് ചെയ്ത 3 എക്സാമ്പിൾസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.